ഹലോ, അങ്ങനെ നമ്മുടെ 2025 ജെഇ സെഷൻ 1 അവസാനിച്ചിരിക്കുകയാണ്. ഓൾറെഡി ആദ്യത്തെ 3 ദിവസത്തിലെ എക്സാമുകളുടെ ഒരു ക്വിക്ക് അനാലിസിസും അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് മാർക്ക് വേഴ്സസ് പെർസെൻറ്റേജിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 2 ദിവസം നടന്ന എക്സാമുകളിലെ എക്സ്പെക്റ്റഡ് മാർക്ക് വേഴ്സസ് പെർസെൻറ്റേജിലേക്ക് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ കുറച്ച് പ്രത്യേകതകൾ ഇതിൽ നടന്ന ഈ 4 ദിവസം, ഈ 2 ദിവസം നടന്ന 4 ഷിഫ്റ്റുകളിൽ ചില എക്സാമുകൾക്ക് ആക്ച്വലി ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനുവരി 28 രാവിലെ നടന്ന ഷിഫ്റ്റ് 1 ആണ്. എഴുതിയ ആളുകളുണ്ടെങ്കിൽ താഴെ പറയാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫിസിക്സ് എന്തായി, അതുവരെ നടന്ന എക്സാം പേപ്പറുകളിൽ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഡിഫിക്കൽട്ട് ആയിട്ട് പല കുട്ടികൾക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. ഒരുപാട് ട്രിക്കി ആൻഡ് ലെങ്തി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറച്ചിട്ട് കുറച്ചുകൂടെ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ചോദ്യങ്ങൾ ഈ ഷിഫ്റ്റിൽ വന്നു എന്നുള്ളത് തന്നെയാണ് ഫിസിക്സിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ കെമിസ്ട്രിയും ബെറ്റർ പേപ്പർ ആയിരുന്നു. കൂടുതൽ ഇനോർഗാനിക് കെമിസ്ട്രി വന്നു കമ്പയർഡ് ടു ദ പ്രീവിയസ് പേപ്പേഴ്സ്. അതുപോലെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കെമിസ്ട്രിയും കുറച്ച് സ്റ്റാൻഡേർഡ് ആയി. മാത്തമാറ്റിക്സ് ആസ് യൂഷ്വൽ ലെങ്തി കാൽക്കുലേഷൻസ് ഉള്ള മോഡറേറ്റ്ലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. അപ്പോൾ ഈ 3 വന്നതുകൊണ്ട് തന്നെ ഈ വർഷത്തെ എക്സാമുകളിൽ 10 എക്സാമുകളിൽ മേ ബി വൺ ഓഫ് ദി ടഫസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വർഷത്തെ എക്സാമുകളിലെ ടഫസ്റ്റ് ആയിട്ട് നമുക്ക് ഈ പേപ്പറിനെ സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ പഴയ ജെഇ പേപ്പറിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അങ്ങനെ അത്രയും വലിയ ടഫായിട്ടൊന്നും മാറിയിട്ടൊന്നുമില്ല. എന്നാലും ഇപ്പോഴത്തെ പാറ്റേൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടഫായി തന്നെ കൂടിയിട്ടുണ്ട്. ഓക്കെ, ടഫ്നെസ് കൂടിയിട്ടുണ്ട് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റഡ് മാർക്ക് വേഴ്സസ് പെർസെൻറ്റേജിലും കാര്യമായി വ്യത്യാസം വന്നിട്ടുണ്ട്. 99.9% എക്സ്പെക്ട് ചെയ്യുന്നത് 220+ ആണ്. 99% 165+ താഴ്ന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ ആണ്. എന്തായാലും ബാക്കി ഷിഫ്റ്റിനെ പോലെ 190, 185 ഉയരില്ല എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. 97% കിട്ടാൻ 125+ വേണ്ടി വരും. 95% കിട്ടാൻ 105+ വേണ്ടി വരും. 93% കിട്ടാൻ 95+ മാർക്ക് വേണ്ടി വരും. ആൻഡ് 90% ക്രോസ് ചെയ്യാൻ ഏകദേശം 80+ മാർക്ക് മതി എന്നുള്ളതാണ് ഈ എക്സാമിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുവരെ കഴിഞ്ഞ ഈ ഒരു വർഷത്തെ സെഷൻ 1 10 പരീക്ഷകളിലും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടഫ് ആയിട്ടുള്ള പേപ്പർ ഈ 28-ാം തീയതി നടന്ന രാവിലത്തെ എക്സാം ആണെന്ന് പറയാം. ഇനി 28-ന് തന്നെ ഈവനിങ് ഷിഫ്റ്റിലേക്ക് പോകുന്നു. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നു NTA രാവിലെ ടഫാക്കിയതുകൊണ്ട് മേ ബി 28-ന് ഉച്ചയ്ക്ക് ശേഷം ടഫാവുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെയല്ല. ഫിസിക്സ് വീണ്ടും പഴയ പോലെ തന്നെ ഈസി ടു മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോയി. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വെയിറ്റേജ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ചില ചാപ്റ്റേഴ്സിൽ നിന്നും ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. കെമിസ്ട്രിയിലാണെന്നുണ്ടെങ്കിലും ഈസിയാണ്. 3-4 അൺയൂഷ്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളത് കൂടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കെമിസ്ട്രിയും ഏറെക്കുറെ സിമിലർ പാറ്റേൺ തന്നെയാണ്. മാത്സിൽ മോഡറേറ്റ് ആണ്. ലെങ്തി കാൽക്കുലേഷൻസ് വന്നു, എസ്പെഷ്യലി ന്യൂമറിക്കൽ. അപ്പോൾ അത് കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്തിട്ട് തന്നെ പ്ലാൻ ചെയ്താൽ മാത്രമേ അത് സോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ. എക്സ്പെക്റ്റഡ് മാർക്ക് വേഴ്സസ് പെർസെൻറ്റേജ് നോക്കി കഴിഞ്ഞാൽ 99.9 ഈസ് കമ്മിങ് അറ്റ് 230+. അതുപോലെ 99% ഈസ് കമ്മിങ് അറ്റ് 175+. 97% 130 ആണ്. 95% 110+ ആണ്. 93% കിട്ടാൻ 95 മാർക്കിന് മുകളിൽ വേണം. ആൻഡ് ഫൈനലി 90% കിട്ടാൻ 85 മാർക്കിന് മുകളിലായിരിക്കും വേണ്ടി വരിക. 29-ലേക്ക് വന്ന ലാസ്റ്റ് ദിവസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സെഷൻ 1 നമ്മൾ നോക്കുകയാണെങ്കിൽ മോർണിംഗ് നടന്ന എക്സാം ആക്ച്വലി എന്താണ്, വളരെ ഈസി പേപ്പർ ആയിരുന്നു. പ്രത്യേകിച്ച് കൺഫ്യൂഷൻസ് ഒന്നുമില്ലാത്ത ഇനീഷ്യൽ 24-25 ഡേറ്റിലൊക്കെ വന്ന പോലെ തന്നെ ഉള്ള പേപ്പർ ആയിരുന്നു. അതുപോലെ തന്നെ കെമിസ്ട്രിയും അതുപോലെ തന്നെ ഈസിയാണ്, നോ സർപ്രൈസസ്. മാത്തമാറ്റിക്സിലാണെന്നുണ്ടെങ്കിലും ഒരു മോഡറേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രത്യേകിച്ച് യാതൊരു സർപ്രൈസും ഇല്ലാത്തൊരു പേപ്പർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ 99.9% നിങ്ങൾ നോക്കാം, കിട്ടാൻ വേണ്ടിയിട്ട് 245 മാർക്ക് വേണം. ബിക്കോസ് ഈസി പേപ്പറാണ്. 99% കിട്ടാൻ ഇതിൽ നിങ്ങൾ 190 കടക്കേണ്ടി വരും. 29 രാവിലെ എഴുതിയ ആൾക്കാർ. അതുപോലെ 97% കിട്ടാനോ 150+ലേക്ക് പോകേണ്ടി വരും. 95 is at 120+. 93% would be at 110+. ആൻഡ് 90% ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 95 മാർക്കിന് മുകളിൽ വേണ്ടി വരും. ആൻഡ് ലാസ്റ്റ് എക്സാമിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എക്സാമാണ്, അതായത് ഈ വർഷത്തെ ജെഇ മെയിൻ സെഷൻ 1 അവസാനത്തെ പരീക്ഷയിലേക്ക് പോകുകയാണെങ്കിൽ 29 സെഷൻ 2 ആക്ച്വലി എന്താണ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പേപ്പർ ആയിരുന്നു. ഈസി ടു മോഡറേറ്റ് ആണ് ഫിസിക്സ് വന്നത്. പക്ഷേ അൺഈവൺ ആയിട്ടുള്ള വെയിറ്റേജ് എന്ന് വെച്ചാൽ റൊട്ടേഷൻ ക്വസ്റ്റ്യൻസ് ഇല്ല, ഫ്ലൂയിഡ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇല്ല. അങ്ങനത്തെ ഒരു അൺഈവൺ വെയിറ്റേജ് നമുക്ക് കാണാൻ സാധിച്ചു. കെമിസ്ട്രി ആണെങ്കിൽ ലുക്സ് ഈസി ബട്ട് ട്രിക്കി എന്ന് മാത്രമല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ആക്ച്വലി കുറച്ച് കൺഫ്യൂസിങ്ങും ലെങ്തിയുമായിരുന്നു. അതുതന്നെ കുട്ടികൾക്ക് ചിലപ്പം അത്ര ഇഷ്ടപ്പെടാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചെയ്യാനും പറ്റുന്നില്ല, ലെങ്തിയാണ്. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയിൽ ഉണ്ടായതുകൊണ്ട് കെമിസ്ട്രിയുടെ സ്റ്റാൻഡേർഡ് കുറച്ച് കൂടുതലാണെന്ന് പറയാം. മാത്തമാറ്റിക്സ് സെയിം ആസ് അതർ ഷിഫ്റ്റ്, ലെങ്തി, വേറെ മാറ്റങ്ങളൊന്നും അതിലില്ല. എക്സ്പെക്റ്റഡ് മാർക്ക് വേഴ്സസ് പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഡ്രോപ്പ് കാണാൻ പറ്റും. ബിക്കോസ് ഓഫ് കെമിസ്ട്രി കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയി എന്നുള്ളതിനാണ് കാരണം. 99.9% at 220+. 99% 165 മാർക്കാണ്. 97% 125. 95 will be at 110+. ആൻഡ് 93, 95+. ആൻഡ് 90% കിട്ടാൻ 80+. ഏകദേശം 28-ാം തീയതി രാവിലെ നടന്ന എക്സാമിനോട് സിമിലർ ആണ് ഈ 29-ന്റെ ലാസ്റ്റ് എക്സാം എന്ന് തന്നെ പറയാം.
ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഇതായിരിക്കും നമ്മുടെ റേഞ്ചുകൾ. ആൻഡ് ഫൈനലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി സെഷൻ 2ലേക്ക് പോകുന്ന കുട്ടികളോടും എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി കനോട്ട് പ്രെഡിക്റ്റ് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ഈച്ച് പേപ്പർ. ഓക്കെ, എത്ര പ്രഡിക്ഷൻ ചെയ്താലും നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല 10 എക്സാമുകൾ വരിക എന്നുള്ളത് 100% ഗ്യാരണ്ടീഡ് ആണ്. ഫിസിക്സിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലതിൽ റൊട്ടേഷനിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻ വന്നു, ചില എക്സാംസിൽ റൊട്ടേഷനിൽ ക്വസ്റ്റ്യനേ ഇല്ല. മനസ്സിലായോ? ചിലപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ചിലതൊന്നും വരുന്നില്ല. ചിലപ്പോൾ മോഡേൺ റേ ഒപ്റ്റിക്സിൽ നിന്ന് 3-4 ക്വസ്റ്റ്യൻ വന്ന ഷിഫ്റ്റുകൾ വരെയുണ്ട്. അപ്പോൾ ഒരിക്കലും JEE മെയിന് 10 എക്സാമുകൾ നടക്കുന്നതുകൊണ്ട് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് എന്തല്ല, പോസിബിളേ അല്ല. അപ്പോൾ ഒരു പ്രഡിക്ഷൻ നിങ്ങൾ കേൾക്കാൻ നിൽക്കേണ്ട, അതിന് കാര്യമില്ല. നമ്മളെല്ലാം കവർ ചെയ്തേ പറ്റൂ എന്നുള്ളതിൻ്റെ പ്രൂഫാണ് ഈ 10 എക്സാമിനേഷൻസ്. നമ്മൾ ഏത് ഷിഫ്റ്റിലാണ് പോയി പെടുക എന്നുള്ളത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ സാധിക്കില്ല. ഡിഫിക്കൽട്ടി ലെവൽ, വെയിറ്റേജ് ക്വസ്റ്റ്യൻ പാറ്റേൺ ക്യാൻ ഓൾ വേരി. ഇതാണ് സത്യം. ഡിഫിക്കൽട്ടി ലെവല് 28-ന് നടന്ന് 29-ന് നടന്ന 2 പരീക്ഷകൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് എക്സാമാണ്. എന്നാൽ 24-25-നൊക്കെ ഈസി പേപ്പറാണ്. നമ്മൾ ഏതിലാന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഈസി പേപ്പർ മാത്രം പ്രതീക്ഷിച്ച് ആ ലെവലിൽ മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഈസിയേക്കാൾ മുകളിൽ ഒരു മോഡറേറ്റ് ലെവലിൽ തന്നെ പഠിക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ ഡിഫിക്കൽട്ട് ലെവലിലേക്ക് അടക്കം നമുക്ക് പോകാൻ സാധിക്കണം. കാരണം ആ ഒരു ഷിഫ്റ്റിലാണ് നമ്മൾ വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഡിഫിക്കൽട്ട് പേപ്പർ ആണെങ്കിൽ മെജോറിറ്റി ഓഫ് കുട്ടികളുടെ മാർക്ക് കുറയും. പക്ഷേ നിങ്ങൾ ആ ലെവലിൽ പ്രിപ്പയർ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിലോ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വെയിറ്റേജ് അടക്കം ഇപ്പോൾ നമ്മൾ ടോപ്പ് ചാപ്റ്റേഴ്സ് എന്ന് എപ്പോഴും പറയുന്നുണ്ടെങ്കിലും ചില ഷിഫ്റ്റുകളിൽ ആ ടോപ്പ് ചാപ്റ്റേഴ്സ് നിന്ന് തീരെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് 100% ഒരാൾക്കും ക്വസ്റ്റ്യൻ്റെ പാറ്റേണോ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസോ ഒരു ഗ്യാരണ്ടിയും തരാൻ സാധിക്കില്ല. നോ നീഡ് ടു പാനിക് വെൻ ദി എക്സാം ഇസ് ഡിഫിക്കൽട്ട്, കട്ട് ഓഫ് വിൽ ബി ലോവർ. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം. എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് എക്സാം കുറച്ച് ടഫാണ്, വിചാരിച്ച പോലെയല്ല. ആ എക്സാം ഹാളിൽ കിടന്നിട്ട് പാനിക് ആവരുത്. ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫാണ്. കട്ട് ഓഫുകളെല്ലാം കുറയും. ഞാൻ നേരത്തെ തന്നെ പ്രസൻറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ്. കട്ട് ഓഫുകളെല്ലാം കുറയും. അതുകൊണ്ട് തന്നെ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് എഴുതി മാക്സിമം മാർക്ക് ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. ആ എക്സാം ഹാളിൽ കിടന്നിട്ട് എന്ത് ചെയ്യരുത്, പാനിക് ആവരുത്. ടൈം ടു സ്ട്രെങ്തൻ യുവർ വീക്ക്നെസ്സസ് ഫോർ ഏപ്രിൽ സെഷൻ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തുകൊണ്ട് നമ്മൾ ജനുവരി സെഷൻ എഴുതണം എന്നുള്ളതിൻ്റെ കാരണം. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടാകും നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, നിങ്ങളുടെ എക്സാം എഴുതുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ആൻഡ് നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി ഏപ്രിൽ സെഷനിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങുക. ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാതെ, വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ പഠിക്കണം. ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ നമുക്കറിയാം ഇതുപോലെ തന്നെ 10 ഷിഫ്റ്റുകളിലായിട്ടാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. ആ 10 ഷിഫ്റ്റുകളിലും നമുക്ക് ഓരോന്നിലും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരാമെന്ന് ഒരാൾക്കും പറയാൻ സാധിക്കില്ല. ദെർഫോർ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ പ്ലാൻ എന്താണ്, നിങ്ങളുടെ സംശയങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ കമൻറ്റിൽ ചോദിക്കുക. അതുപോലെ തന്നെ നാളെ വൈകിട്ട് 7:30 നമ്മുടെ ചാനലിൽ ഒരു ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞാനും ഇർഷാദ് സാറും എങ്ങനെ ഇനി ഏപ്രിൽ സെഷനിലേക്ക് നമ്മൾ പ്രിപ്പയർഡ് ആവണം എന്നതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ. അതിന് നിങ്ങൾ മാക്സിമം ആളുകൾ എന്ത് ചെയ്യണം, നാളത്തെ ലൈവിൽ ജോയിൻ ചെയ്യണം. ലിങ്ക് നമ്മുടെ ചാനലിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ എല്ലാ JEE ആസ്പിറൻസിനും സെഷൻ 1 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ JEE ആസ്പിറൻസിനും X&Y യൂണിവേഴ്സൽ JEE ചാനലിൻ്റെ ഭാഗത്ത് നിന്നും ഒരു കൺഗ്രാജുലേഷൻസ് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് അടിപൊളിയായിട്ട് തന്നെ പോകട്ടെ, നന്നായിട്ട് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് കൂടി വിഷ് ചെയ്യുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.